السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമ്, നാഫിയായ ഇൽമ് അള്ളാഹു നമുക്ക് നൽകട്ടെ. സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഖുൽഇൻ്റെ പാഠം കഴിഞ്ഞപ്പോൾ, ഖുൽഇ എന്ന് പറഞ്ഞാൽ അത് തലാഖോ ഫസ്ഖോ ഒക്കെയാണ്. അത് നിർവഹിക്കുന്നതിന് ഭാര്യ ഭർത്താവിന് പൈസ കൊടുക്കുന്നു. അങ്ങനെ പണം കൊടുത്തിട്ട് സ്വാഭാവികമായിട്ട് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാവുകയും ഭാര്യയെ ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരിക്കും ആ പെണ്ണിൻ്റെ ഭാഗത്ത് വീഴ്ച വരികയും ഭർത്താവിനെ ഒഴിവാക്കണമെന്ന് ഭാര്യയ്ക്ക് ആവശ്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഖുൽഇ സംഭവിക്കുക. അയാൾക്ക് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മഹറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ, കല്യാണത്തിന് കുറേ ചിലവൊക്കെ അല്ലേ. അവളെ വഞ്ചിച്ചു, അവൾക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു, അവൾ പറയാണ് എനിക്ക് അയാളെ വേണ്ടാന്ന്. അപ്പോൾ അയാൾ പൈസ എന്നാൽ തലാക്ക് തരാമെന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഖുൽഇ. അത് ഫസ്ഖാണ് അല്ലെങ്കിൽ ത്വലാഖാണ് എന്ന് രണ്ട് അഭിപ്രായമുണ്ട്. ഇനി ത്വലാഖിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഭർത്താവിന് മാത്രമുള്ളൊരു അവകാശമാണ്. ഫസ്ഖ് രണ്ട് കൂട്ടർക്കുണ്ട്. നിക്കാഹ് ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം നിബന്ധനകൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഭ്രാന്ത് പോലെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. ഇനി ത്വലാഖുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, നിക്കാഹ് ഇപ്പോൾ 5 ഹുക്കുമുണ്ട്. സുന്നത്തുണ്ട്, വാജിബുണ്ട്, കറാഹത്തുണ്ട്, ഹറാമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. എന്നതുപോലെ ത്വലാഖും അങ്ങനെ തന്നെയാണ്. ഞാൻ ത്വലാഖിൻ്റെ പാഠത്തിൻ്റെ മത്തിനങ്ങ് അർത്ഥം വെക്കാം. ഇൻഷാ അല്ലാഹ് ശറഹ് പിന്നെ പറയാം. യഖഉലി ഗൈരി ബായിനിൻ, ബായിനല്ലാത്ത ഭാര്യക്കാണ് സംഭവിക്കുക തലാഖു മുക്കല്ലഫിൻ, ബുദ്ധിയും പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെ തലാഖ്. ബായിനായ ഭാര്യ ബന്ധം വേർപ്പെട്ട പെണ്ണിന് പിന്നെ തലാഖില്ലേ ശരിയാവില്ലല്ലോ, ഭാര്യ ആയിരിക്കണം. ബായിനല്ലാത്ത പെണ്ണിന്, അതൊക്കെ ഭാര്യയാണ്. അപ്പോൾ ഖുൽഇ ചെയ്ത പെണ്ണിനോ അല്ലെങ്കിൽ ഇദ്ദ കഴിഞ്ഞ പെണ്ണിനൊന്നും പിന്നെ തലാഖ് സംഭവിക്കില്ല. തലാഖ് സംഭവിക്കുക ഗൈരി ബായിനിൻ, ഒരു ഭാര്യക്കാണ്, ബായിനല്ലാത്ത ഭാര്യക്കാണ്. എന്ത് സംഭവിക്കും? യഖഉന ഫായില് തലാഖു മുക്കല്ലഫിൻ, ബുദ്ധിയും പ്രായപൂർത്തിയുമായ ആളുടെ തലാഖ്. കുട്ടി തലാഖില്ലാലോ, ഭ്രാന്ത തലാഖില്ലാലോ. അതുപോലെ മുതഅദ്ദിൻ ബി സക്രിൻ, ലഹരി കൊണ്ട് പരിധി വിട്ടവൻ, ലഹരി ഉപയോഗിച്ച്, അതായത് ലഹരി നിർബന്ധിതമായ രീതിയിലല്ല, സ്വന്തം ലഹരി ഉപയോഗിച്ചതാണ്, കള്ളുപിടിച്ചിട്ടോ മറ്റോ ഒക്കെ. അങ്ങനെ ലക്ക് കെട്ടവൻ, പരിധി വിട്ടവൻ്റെ തലാഖും സംഭവിക്കും. ലാ മുക്രഹിൻ, നിർബന്ധിക്കപ്പെട്ടവൻ്റെ തലാഖ് സംഭവിക്കില്ല. അബി മഹ്ദൂരിൻ, പേടിക്കപ്പെടേണ്ട വലിയ കാര്യങ്ങളെ കൊണ്ടൊക്കെ നിർബന്ധിക്കപ്പെട്ടു, ഉദാഹരണം ജയിലിലടക്കുക തുടങ്ങിയ മഹദൂർ, പേടിക്കപ്പെടേണ്ട, സൂക്ഷിക്കപ്പെടേണ്ട, ഭയപ്പെടേണ്ട കാരണങ്ങൾ കൊണ്ട് നിർബന്ധിക്കപ്പെട്ടവൻ്റെ തലാഖ് സംഭവിക്കില്ല. മുക്രഹ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടവൻ. മഹ്ദൂർ, ഭയപ്പെടേണ്ട കാര്യം പറഞ്ഞിട്ട് സമ്പത്ത് നശിപ്പിക്കുക, ജയിലിലടക്കുക, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. തലാഖിന് വാചകങ്ങളുണ്ട്. ബിസ്വരീഹിൻ, വ്യക്തമായ വാചകം കൊണ്ട്, അതിന് നിയ്യത്തൊന്നും ആവശ്യമില്ല, അതിൻ്റെ വ്യക്തമായ അർത്ഥം തന്നെ ത്വലാഖാണ്. ഉദാഹരണക്ക് മുസ്തഖി, ത്വലാഖിൻ, വഫിറാഖിൻ, വസറാഹിൻ, ഈ 3 പദങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന പദങ്ങൾ ഉപയോഗിക്കും പോലെ. ത്വലാഖിൽ നിന്ന് ഉപയോഗിക്കപ്പെടുന്ന തല്ലഖ്തുകി, ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു, അല്ലെങ്കിൽ ഫറഖ്തുകി, ഞാൻ നിന്നെ പിരിച്ചിരിക്കുന്നു, സറഹ്തുകി, ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു തുടങ്ങിയ പദങ്ങൾ. അല്ലെങ്കിൽ അന്തി താലിഖുൻ, അന്തി മുതല്ലഖത്തുൻ, അന്തി മുഫറഖത്തുൻ, ഫാറഖ്തുകി, അന്തി മുസറഹത്തുൻ,
സർറഹത്ത്, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ. ഇങ്ങനെ അതിൻ്റെ മുസ്തഖായ പദങ്ങളായിരിക്കണം. മുസ്തഖ് അറിയില്ലേ, ഇസ്മുൽ ഫാഇൽ ഇസ്മുൽ മഫ്ഊലൊക്കെ എന്ന് പറയില്ലേ, മാളിയോ മാളി പദങ്ങളൊക്കെ, അല്ലെങ്കിൽ താലിഖുൻ ഇസ്മുൽ ഫാഇൽ, മുതല്ലഖത്തുൻ എന്നൊക്കെ. തല്ലഖ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരട്ടോ, ആരെ തലാഖില്ലി എന്നൊക്കെ പറയണം. താലിഖ് എന്ന് പറഞ്ഞാലും തലാഖ് സംഭവിക്കൂല. അല്ലാഹുവേ. വ തർജുമതിഹി, അത് അറബി തന്നെ പറയണമെന്നില്ല, അതിൻ്റെ മലയാള പരിഭാഷ കൊണ്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ കൊണ്ടും സംഭവിക്കും. മറ്റ് ചില പദങ്ങൾ പറയാണ്, വ്യക്തമായ പദങ്ങൾ. ഇനി വേറെ അർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല, തലാഖിൻ്റെ പദമാണ്. സ്വരീഹായ പദം എന്ന് പറഞ്ഞാൽ തലാഖ് സംഭവിക്കണം എന്നുള്ള തലാഖ് സംഭവിക്കുകയാണ് എന്ന് പ്രത്യേകം ഉദ്ദേശിക്കൊന്നും വേണ്ട. അത് തലാഖിൻ്റെ പദമാണ് എന്നറിയുന്ന ഒരു വ്യക്തിയായാൽ മതി. ഇനി മുസ്തഖി തലാഖിൻ വ ഫിറാഖിൻ വ സറാഹിൻ വ തർജുമതിഹി വ അഅതൈതു തലാഖിഹി വ ഔഖഅതു അലൈകി തലാഖ്, അതും അതിൻ്റെ പദമാണ്. വ്യക്തമായ പദങ്ങളിൽപ്പെട്ടതാണ്. നിൻ്റെ തലാഖ് ഞാൻ നൽകിയിരിക്കുന്നു. ഔഖഅതു, നിൻ്റെ തലാഖിനെ ഞാൻ സംഭവിപ്പിച്ചിരിക്കുന്നു എന്ന്. ഔഖഅതു അലൈകി തലാഖ്, ഇതും വ്യക്തമായ പദങ്ങളാണ്. ഇനി ഒബി കിനായത്തിന് അടുത്ത പേജിലാണ്. സൂചനാപദങ്ങളെ കൊണ്ടും തലാഖ് സംഭവിക്കും. സൂചനാപദം എന്ന് പറഞ്ഞാൽ വ്യക്തമായ പദമല്ല, തലാഖിനും ആകാം തലാഖ് അല്ലാത്തതിനുമാകാം. കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് തലാഖായിട്ടും തലാഖ് അല്ലാതെയായിട്ടും മനസ്സിലാവും. പക്ഷേ അവിടെ നീയത്തിൻ, തലാഖ് സംഭവിക്കുകയാണ് എന്ന നീയത്തോടു കൂടിയായിരിക്കണം. ആ നീയത്ത് മുഖ്തരിനത്തിൻ ബി അവലിഹ, അതിൻ്റെ തുടക്കത്തിൽ ഉള്ള. കിനായത്തിൻ്റെ പദം അവസാനം കരുതിയാൽ പോരാ, പിന്നെ കരുതിയാൽ പോരാ. ആ കിനായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അന്വരിച്ച് വരുന്ന നീയത്ത് വേണം. ഉദാഹരണം, അന്തി അലയ്യ ഹറാമുൻ പോലെ, നീ എനിക്ക് ഹറാമാണ് എന്ന്. ഇവിടെ ഇപ്പോൾ തലാഖിന് ആവാം, തലാഖല്ലാതെ ആവാം. അത് അപ്പോൾ അത് തലാഖ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ തലാഖാവും. വേറെ പദം ഖലിയത്തുൻ, നീ ഭർത്താവില്ലാത്തവളാണ്. ബായിനുൻ, നീ ബന്ധം വേർപ്പെട്ടവളാണ്. ബായിൻ എന്ന് പറഞ്ഞാൽ ബന്ധം വേർപ്പെട്ടവൾ, ബായിൻ. അതുപോലെ അന്തി ഹുറത്തുൻ, നീ സ്വതന്ത്രയാണ്. അല്ലെങ്കിൽ വ ഉമ്മി, നീ എൻ്റെ ഉമ്മാൻ്റെ പോലെയാണ്. വയ ബിൻതി, അതുപോലെ തന്നെ മോളെ എന്ന് വിളിക്കുക. അത് പല ആൾക്കാവാം. ആയത്തക്കത്തുക്കി, ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന്. തറക്കത്തുക്കി, ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു. അസൽത്തുക്കി, ഞാൻ നീക്കം ചെയ്തിരിക്കുന്നു നിന്നെ. അല്ലെങ്കിൽ വക്ക തസവ്വജി, നീ വിവാഹിതയായിക്കോളൂ എന്നത്. വഅതദ്ദി, നീ ഇദ്ദയിരുന്നോളൂ എന്നത്. ഖുദീ തൊലാഖക്കി, നീ നിൻ്റെ തലാഖ് പിടിച്ചോ എന്നത്. ലാ ഹാജത്തലി ഫീക്കി, എനിക്ക് തന്നെ ആവശ്യമില്ല എന്നത്. വക്ക ദഹബ തലാഖ്, നിൻ്റെ തലാഖ് പോയിട്ടുണ്ട് എന്നത്. സഖത തലാഖ്, നിൻ്റെ തലാഖ് വീണ് പോയിട്ടുണ്ട് എന്നത്. അതുപോലെ നിന്നെ കാര്യം ചെയ്താൽ എൻ്റെ തലാഖ് പോയിട്ടുണ്ട് എന്ന് പറയാം. തലാഖുക്കി വാഹിദും, നിൻ്റെ തലാഖ് ഒന്നാണ് അല്ലെങ്കിൽ രണ്ടാണ് എന്നൊക്കെ പറയാം. തലാഖ് സംഭവിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് പറഞ്ഞെങ്കിൽ സംഭവിക്കുക, അല്ലെങ്കിൽ സംഭവിക്കൂല. ലാ ലി തൊലാഖിക്ക് ഐബുൻ, നിൻ്റെ തലാഖിനൊരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പെട്ടല്ല. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതാണ് കിനായത്തിൻ്റെ പദം. അപ്പോൾ നിൻ്റെ തലാഖിനൊരു കുഴപ്പമുണ്ട്, ഒരു കുറവുണ്ട് എന്നത് തലാഖിൻ്റെ കിനായത്തിൻ്റെ പദം അല്ല. തലാഖിന് കുഴപ്പമുണ്ട്. അതേമാതിരി കുൽത്തു കരിമത്തക്ക്, ഞാൻ നിന്നെ മൊഴി ചൊല്ലി.
കലിമത്ത് പറഞ്ഞ മൊഴി, നിൻ്റെ വാക്ക് ചൊല്ലി നിൻ്റെ കലിമത്ത് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിൻ്റെ മൊഴി ഞാൻ നിനക്ക് തന്നു. ഇതും തലാക്ക് കരുതിയാലും തലാക്ക് സംഭവിക്കുന്നതല്ല. ഔ ഹുക്കുമക്കി, അല്ലെങ്കിൽ നിൻ്റെ വിധി ഞാൻ തന്നിരിക്കുന്നു, നിൻ്റെ വിധി ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു എന്നതും തലാക്ക് ചൊല്ലിയാലും, കാരണം തലാക്കിന് സാധ്യതയുള്ള പദമല്ല. ഇടങ്ങാറായിട്ട് ജനങ്ങളിലൊക്കെ വേണമെങ്കിൽ അത് തലാക്ക് മൊഴി ചൊല്ലി എന്നുള്ളതൊക്കെ നാട്ടിലൊക്കെ പ്രചാരപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അതെന്തല്ല, തലാക്ക് സംഭവിക്കൂല. ഈ വസ്വാസുള്ള ആളുകളുണ്ടാകും, ഭാര്യമാരോടൊക്കെ തെറ്റും വണക്കും വഴക്കൊക്കെ കൂടുന്ന ആളുകൾ. അവർ ഈ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ വസ്വാസിലാകും. സോനെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, അപ്പം എൻ്റെ ഭാര്യ തലാക്കായിട്ടുണ്ടോ, അപ്പോൾ അവളെൻ്റെ ഭാര്യയല്ലേ, ഞാൻ മടക്കിയെടുക്കണം, അങ്ങനെ കുറേ വസ്വാസുള്ള ആളുകളുണ്ടാകും. ഈ ക്ലാസ് കേൾക്കുമ്പോഴൊരു പ്രശ്നമാണത്. ആർക്ക്? ഭാര്യയുമായിട്ട് പഴയ കാലത്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയില്ലേ. ഇതൊക്കെ ഇവരെ മനസ്സിലേക്ക് വന്നിട്ട് വലിയ മാനസിക രോഗമായി ജീവിക്കാൻ തന്നെ കഴിയാത്ത ആളുകളുണ്ട്. എത്രയോ ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. ഈ തലാഖുമായി ബന്ധപ്പെട്ടിട്ട് ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും, പിന്നെ അത് പറഞ്ഞിരുന്നോ സംശയം, പറഞ്ഞിട്ടില്ലേ സംശയം. അപ്പം പിന്നീടുള്ള സംശയങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം കഴിഞ്ഞതൊന്നും ഇപ്പോൾ ഒരാൾക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. നീയത്തുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളൊരു തർക്കം എന്താ ചെയ്യുക? കോടതിൻ്റെ മുന്നാകെ വന്നാൽ അടുത്ത മത്തിന് സുദ്ദിഖ മുങ്കിറു നീയത്തിൻ, കിനായത്തിൽ നീയത്തുണ്ടായിരുന്നില്ല എന്ന വാദിക്കുന്ന ഭർത്താവിനെ സ്വാദിക്കാക്കപ്പെടും ബിയമീനിഹി, സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ തലാഖ് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അയാളെ വാക്കാണ് സ്വീകരിക്കുക, അവനെ തലാഖ് സംഭവിക്കില്ല. ഇനി ഒരാൾ ഇതുമാത്രം പറഞ്ഞു, ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് മനസ്സിൽ അയാളെ എണ്ണം കരുതിയാൽ ആ കരുതിയ എണ്ണാണ് സംഭവിക്കുക. വലവ് കാല തല്ലഖത്തുക്ക്, ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വനവായതൻ, ഒരെണ്ണവും അയാൾ മനസ്സിൽ കരുതിയാൽ വഖഅ മൻവിയുൻ, കരുതിയതാണ് സംഭവിക്കുക. ഒന്നും കരുതിയിട്ടില്ലെങ്കിൽ ഒറ്റ തലാഖ് സംഭവിക്കും. ഇനി രണ്ടാണോ മൂന്നാണോ എന്നൊക്കെ സംശയിച്ചാൽ ചുരുങ്ങിയ എണ്ണേ സംഭവിക്കുകയുള്ളൂ. ഇനി തലാഖ് നേരിട്ട് ചെല്ലാതെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ലേ? പറ്റും. വക്കാലത്താക്കാം. നിക്കാഹിന് കെട്ടിച്ചു കൊടുക്കാനും വിവാഹം ചെയ്ത് സ്വീകരിക്കാനുമൊക്കെ വക്കാലത്താക്കുന്നത് പോലെ ത്വലാഖിലും വക്കാലത്താക്കാം. യഖഉ തലാഖുൽ വക്കീലി, വക്കീലിൻ്റെ ത്വലാഖ് സംഭവിക്കും. ബി ത്വല്ലഖ്തു, വക്കീൽ പറഞ്ഞു എന്ത്, ഞാൻ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു ഫാത്തിമയെ, ഉദാഹരണം പറഞ്ഞാൽ മതി. ഞാൻ ഇന്നാക്കും വേണ്ടിയെന്നോ അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ വേണ്ട, അയാളെ വക്കാലത്താക്കിയാൽ മതി, പിന്നെ അയാളങ്ങ് തലാക്കില്ലാൽ മതി. വലോ ഖാലലി ആഖറ, ഇനി മറ്റൊരാൾ പറഞ്ഞു അഅതൈതു ബിയദിക ത്വലാഖ സൗജതി, എൻ്റെ ഭാര്യയുടെ തലാക്ക് ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വക്കാലത്താക്കലാണ്. അപ്പോൾ അയാൾ തലാക്ക് ഇല്ലാൽ തലാക്ക് സംഭവിക്കും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വക്കീലിനെ ഒഴിവാക്കിയിടുന്ന് പറഞ്ഞാൽ മതി, എന്നാൽ പിന്നെ അയാളുടെ അവകാശം നഷ്ടപ്പെടും. ഇനി ഒരാൾ ഭാര്യനോട് പറഞ്ഞു, അങ്ങനെയുണ്ട്, തംലീക്കു തലാഖ് എന്ന് പറയാം, തൗക്കീലല്ല, തംലീക്ക്, തലാഖിൻ്റെ അധികാരം ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന്. ഒരാൾ ഭാര്യയോട് പറഞ്ഞു തല്ലിഖീ നഫ്സക്കി ഇൻ ഷിഅ്തി, നിനക്ക് വേണമെങ്കിൽ നീ നിന്നെ ത്വലാഖ് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞാൽ ഫഹുവ തംലീക്കുൻ, അത് മിൽക്ക്, തലാഖിൻ്റെ അവകാശം അവൾക്ക് വിട്ടുകൊടുക്കലാണ്. ലാ തൗക്കീലുൻ, വക്കാലത്താക്കലല്ല. അപ്പോൾ പിന്നെ ഫയിസ്തർതു തത്ലീഖുഹാ ഫൗറൻ, അപ്പോൾ പിന്നെ വക്കാലത്താകുമ്പോൾ അയാൾക്ക് എപ്പോഴും തലാഖ് ചെല്ലാം. ഞാൻ നിന്നെ വക്കാലത്താക്കിയിരിക്കുന്നു എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും അയാൾ ആ വക്കാലത്ത് പിൻവലിക്കുന്നത് വരെ ഏത് സമയത്തും എന്ത് ചെയ്യുക, ത്വലാഖ് ചെല്ലാം. പക്ഷേ തംലീക്കാകുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ നിനക്കൊരു സാധനം വിറ്റു എന്നൊക്കെ പറയുന്നതിൽ ഉടമയാക്കി തരലാണല്ലോ. ഈ കിതാബ് നിനക്ക് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടമയാക്കി തരലാണ്, അത് ഉടനെ സ്വീകരിച്ചോളണം. അതേപോലെ ഇവിടെ ഇപ്പോൾ ഇസ്തറത്തു തത്ലീഖുഹ, അപ്പോൾ പിന്നെ തലാഖ് സംഭവിക്കണമെങ്കിൽ, അവൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത തലാഖ് സംഭവിക്കണമെങ്കിൽ അവൾ ഉടനെ തന്നെ അവളെ തലാഖ് ചെല്ലണം. ആ പറഞ്ഞ ഉടനെ തന്നെ തലാഖ് ചെല്ലണം.
എങ്ങനെ തലാക്കില്ല? തല്ലഖ്തു, ഞാൻ തലാക്ക് ചൊല്ലിയിരിക്കുന്നു, ഞാൻ എന്നെ തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയാം. ഇനി തലാക്ക് സംബന്ധമായിട്ടുള്ള ഒരു തർക്കം, കോടതിയിലെ തർക്കവും അതിൻ്റെ പരിഹാരവുമാണ് പറയുന്നത്. വസുദ്ദിഖ മുൻകിറു മുദ്ദഇ ഇക്റാഹിൻ, നിർബന്ധിച്ച് തലാക്ക് ചൊല്ലിയതാണെങ്കിൽ തലാക്ക് സംഭവിക്കൂല എന്നല്ലേ, തർക്കമായി. അപ്പോൾ അയാൾ പറഞ്ഞു എന്നെ നിർബന്ധിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നാവ് വഴുതിപ്പോയതാണ്. സബഖ് ലിസാൻ, നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ നാവ് കൊണ്ട് പറഞ്ഞു പോകുന്നതിനാണ് സബഖ് ലിസാൻ. അയാൾ വാദിച്ചു. മറ്റൊരാൾ പറഞ്ഞു അല്ല, അയാൾ സ്വതന്ത്രമായിട്ട് ചൊല്ലിയതാണ്, അയാൾക്ക് ബോധം ഉണ്ടായിരുന്നു എന്നൊക്കെ. അവിടെ ആരെ വാദം സ്വീകരിക്കുക? സുദ്ദിഖ മുദ്ദഇ ഇക്റാഹിൻ, തലാക്കിന് നിർബന്ധിക്കപ്പെട്ടതാണെന്ന് വാദിക്കുന്നവനെ അംഗീകരിക്കപ്പെടും. ഔ യഗ്മഇൻ, അല്ലെങ്കിൽ ബോധമുണ്ടായിരുന്നില്ല, ഔ സബഖ് ലിസാനിൻ, അല്ലെങ്കിൽ നാവ് പഴച്ചതാണ് തുടങ്ങിയ വാദിക്കുന്ന ഭർത്താവിന് കോടതിയിൽ സ്വീകരിക്കപ്പെടും. ബിയമീനിഹി, അയാളെ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. പക്ഷേ അത് കേവലം വാദമാകരുത്. ഇൻകാന സമ്മ ഖരീനത്തുൻ, അവിടെ ഒരു സാഹചര്യ തെളിവുണ്ടാവണം. അയാൾ നിർബന്ധിക്കപ്പെട്ട ആളായിരുന്നു എന്നതിനെന്താക്കണം? ഒരടയാളം, ഒരു തെളിവ് ഉണ്ടാകണം. രോഗമോ അല്ലെങ്കിൽ ഇടക്കിടക്ക് ബോധം നഷ്ടപ്പെടുന്ന ആളാവുക, ഇങ്ങനെയൊക്കെ. ഇല്ല, അങ്ങനെ തെളിവൊന്നുമില്ലെങ്കിൽ, സാഹചര്യ തെളിവുകളൊന്നുമില്ലെങ്കിൽ അയാളുടെ വാദം സ്വീകരിക്കപ്പെടുന്നതല്ല. ഇനി ഇനി ഒരാൾക്ക് എത്ര വട്ടം തലാക്ക് ചൊല്ലാം? എത്ര ചൊല്ലിയാലും 3 സംഭവിക്കുള്ളൂ. ഒരിക്കൽ 1 ചൊല്ലി, പിന്നെ വിവാഹം ചെയ്തു, പിന്നെ ഒന്നുകൂടെ ചൊല്ലിയപ്പോൾ 2 പിന്നെ ഒന്നുകൂടെ ചൊല്ലിയപ്പോൾ 3 അല്ലെങ്കിൽ ഓരോ വട്ടം തന്നെ ഞാൻ 3 തലാക്കും ചൊല്ലിയെന്ന് പറയും. ഇങ്ങനെ 3 തലാക്ക് ചൊല്ലിയാൽ അയാൾക്ക് പിന്നെ അവളെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു മുഹല്ലിൽ വേണം. മറ്റൊരാൾ അവളെ നിക്കാഹ് ചെയ്ത് അയാൾ ത്വലാഖ് ചൊല്ലി രണ്ടാമത് നിക്കാഹ് ചെയ്യാനേ മാറുകയുള്ളൂ. ഹറമ ലി ഹുർറിൻ, ഒരു സ്വതന്ത്രനായ ഒരാൾക്ക് ഹറാമാണ്. മൻ, ഒരുത്തി, ത്വല്ലഖ, അയാൾ അവളെ ത്വലാഖ് ചൊല്ലി സലാസൻ 3 പ്രാവശ്യം. 3 പ്രാവശ്യം തലാഖ് ചൊല്ലിയ ഒരു പെണ്ണ് ഒരാൾക്ക് ഹറാമാണ്. അതൊരു സ്വതന്ത്രനാകുമ്പോൾ, ഞാൻ അടിമയാണെങ്കിൽ ത്വല്ലഖഹ സിൻതൈനി, 2 ത്വലാഖ് ചൊല്ലിയ ഒരു അടിമയാണ്. അങ്ങനത്തെ അടിമക്കും ഒരു പെണ്ണ് ഹറാമാണ്. ഹത്താ തൻകിഹ, അവൾ മറ്റൊരു ഭർത്താവ് വിവാഹിതയാകുന്നത് വരെ. എന്നിട്ട് വയൂലജ ഹഷ്ഫത്തൻ, അവളുമായി ബന്ധപ്പെടുന്നത് വരെയും. ബിന്തിഷാരിൻ, ഉദ്ധാരണത്തോടുകൂടി ആ ഭർത്താവ് എന്ത് ചെയ്തു? കല്യാണം മാത്രം കഴിഞ്ഞാൽ പോരാ, ആ രണ്ടാം ഭർത്താവ് അവളുമായിട്ട് ഹഷ്ഫ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജിമാഅ് ചെയ്യുക. വയൂലജ ഹഷ്ഫത്തൻ, ബിന്തിഷാരിൻ, ഉദ്ധാരണത്തോടുകൂടെ. വയുഖ്ബലു ഖൗലുഹാ ഫി തഹ്ലീലിൻ, ഇനി അവൾ പറയാണ് എൻ്റെ തഹ്ലീൽ കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ഭർത്താവ് എന്നെ വിവാഹം ചെയ്ത് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊരു പെണ്ണ് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ വാക്ക് സ്വീകരിക്കപ്പെടും. വൈൻ കദ്ദബഹസാനി, രണ്ടാം ഭർത്താവ് അവളെ കളവാക്കിയാലും അത് അവളെ വാക്കാണ് സ്വീകരിക്കപ്പെടുക. വിവാഹം ചെയ്തു, സംയോഗം നടന്നിട്ടുണ്ട് എന്നൊരു പെണ്ണ് പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് കല്യാണം കഴിക്കാം. ഇനി രണ്ടാം ഭർത്താവ് കളവാക്കിയാൽ പോലും ഇഖ്ബൽ ഖൗൽ, അവളെ വാക്ക് സ്വീകരിക്കപ്പെടും. ഫി തഹ്ലീലിൻ, ഇങ്ങനെ തഹ്ലീൽ കഴിഞ്ഞിട്ടുണ്ട്, എന്നെ ഭർത്താവ് നിക്കാഹ് ചെയ്ത് വത്ത് ചെയ്ത് എന്നെ പിരിച്ച് ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്ന വാദത്തിൽ. വൈൻ കദബഹസാനി, രണ്ടാം ഭർത്താവ് അവളെ കളവാക്കിയാലും. ലി സൗജിൽ അവലി, ഒന്നാമത്തെ ഭർത്താവിന് നിക്കാഹുഹ, അവളെ നിക്കാഹ് ചെയ്യൽ ഹറാമാണ്. ഓരോ അഖദുകളിലും ആ അഖദുമായി ബന്ധപ്പെട്ട ആളുകളെ വാക്കെല്ലാം സ്വീകരിക്കുക. ഹറുമലി ഹുർഡിൻ മൻ ത്വല്ലഖഹ, അവൾ ത്വലാഖ് ചൊല്ലിയ ഒരാളാണ്, അയാൾക്ക് ഹറാമാണ്.
വലിൽ അവലി നിക്കാഹുഹ. വലു അഖ്ബറതുഹു അന്നഹ തഹല്ലലത് സുമ്മ റജഅത് ഖുബിലത് ഖബല അഖ്ദിൻ ലാ ബഅദഹു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.